നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. പിന്നെ നമുക്ക് രണ്ട് കാക്കമ്മകളുടെ കഥ കേൾക്കാം. അപ്പോൾ ഈ കാക്ക എന്ന് പറഞ്ഞാൽ ഒരു പാവം കാക്കയാണ്. നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു കാക്കയായിരുന്നത്. അപ്പോൾ ഈ കാക്കയുടെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ കാക്കയ്ക്ക് വേറൊരു കൂട്ടുകാരിയും കൂടി ഉണ്ടായിരുന്നു. ഈ കൂട്ടുകാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാക്കയെ പോലെയൊന്നുമല്ല, ഇച്ചിരി കുറുമ്പിയായിരുന്നു. ഈ കാണുന്നതാണ് കാക്കയുടെ കൂട്ടുകാരി. ഇച്ചിരി കുറുമ്പിയായിട്ടുള്ള ചുമന്ന കണ്ണുള്ള കൂട്ടുകാരി. സുന്ദരിയായ പാവം കാക്കയാണെങ്കിലോ വീട്ടുകാരെയൊക്കെ സഹായിച്ച് വേസ്റ്റൊക്കെ തിന്ന് ഇങ്ങനെ ജയിച്ചു. അപ്പോൾ വീട്ടുകാരാണെങ്കിൽ ഈ കാക്കയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുമായിരുന്നേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാൾ ഈ കാക്കയ്ക്ക് ഏകാദശി നോമ്പ് നോക്കണമെന്ന് തോന്നി. അങ്ങനെ കാക്ക അമ്പലത്തിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് ഏകാദശി നോമ്പൊക്കെ നോറ്റ് കാക്കയ്ക്ക് ഭയങ്കരമായിട്ട് വിശപ്പൊക്കെ വന്നു. അപ്പോൾ അടുത്ത ദിവസമായപ്പോൾ പാരണ വീട്ടിൻ്റെ സമയമായപ്പോൾ കാക്കയ്ക്ക് ഭയങ്കര വിശപ്പായി. അപ്പോൾ കാക്ക എന്ത് ചെയ്തു? കിണറ്റുംകരയിൽ പോയി. ഈ കിണറ്റുംകരയിലല്ല പോയി, ഈ കിണറ്റുംകരയിൽ പോയിട്ട് അവിടെ കണ്ട ഒരു ഞാവൽ മരം നിൽപ്പുണ്ടേ. ആ ഞാവൽ മരത്തിൽ നിന്ന് ഞാവൽപ്പഴം ഈ കിണറ്റുംകരയുടെ സൈഡിൽ നിന്ന് തിന്നപ്പോൾ ഞാവൽപ്പഴം ഈ ഞാവൽപ്പഴം കിണറ്റിലേക്ക് അങ്ങ് വീണുപോയി. കിണറ്റിലേക്ക് വീണപ്പോൾ കാക്കയ്ക്ക് ആകെ സങ്കടമായി. കാക്ക എന്ത് ചെയ്തു? കിണറ്റിലേക്ക് ഒറ്റച്ചാട്ടം ഒറ്റ മുങ്ങി കിണറ്റിൻ്റെ അടിയിലോട്ട് പോയപ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കുന്ന സ്വർണ്ണമാലയും കമ്മലും പാദസരവും വളയും ഒക്കെ കിട്ടി. അപ്പോൾ കാക്ക കിണറ്റിൽ നിന്ന് മേളിലേക്ക് പറന്ന് പോയി. അപ്പോൾ ഈ സ്വർണ്ണമാലയൊക്കെ ഇട്ട് കണ്ട മറ്റേ കാക്കയ്ക്ക് എന്ത് തോന്നി? ഇത് എങ്ങനെ കിട്ടിയെന്നൊക്കെ അറിഞ്ഞപ്പോൾ ആ കാക്കയും ഏകാദശി നോമ്പ് നോക്കാൻ പോയി. ഈ കുറുമ്പിക്കാക്കയാണേ പോയത് അമ്പലത്തിൽ പോയിട്ട്. കുറുമ്പിക്കാക്കയ്ക്ക് ഒരു ഭക്തിയില്ലല്ലോ. അവിടെ പോയി കുറച്ച് നേരം കുത്തിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പ് വന്നു. അപ്പോൾ നേരെ ഞാവൽ മരത്തിൻ്റെ അടുത്ത് പോയി ഞാവൽപ്പഴം കഴിക്കാൻ തുടങ്ങി. ഞാവൽപ്പഴം ഒട്ട് കിണറ്റിൽ വീണില്ല. അപ്പോൾ തട്ടി അങ്ങോട്ട് ഇട്ടു. ഞാവൽപ്പഴം തട്ടി കിണറ്റിലോട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിട്ട് കാക്ക മുങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തടാ, കാലിലേക്ക് ഇതുപോലൊരു പാമ്പ് ചുറ്റി. കഴുത്തിലൊക്കെയോ ഇതുപോലെ ഞാഞ്ഞൂലും പഴുതാരയോ ഒക്കെ അങ്ങോട്ട് ചുറ്റി. അങ്ങനെ കുറുമ്പിക്കാക്ക ചത്തുപോയി. പക്ഷെ നല്ല കാക്കയാണെങ്കിലോ നല്ല സന്തോഷത്തോടെ സുഖമായി ജീവിച്ചു. ഇതാണ് പറയുന്നത്. അസൂയൊന്നും പാടില്ല, മറ്റുള്ളവരുടെ കണ്ട അത്യാഗ്രഹവും പാടില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.